യോഗിനി ഭഗവതി മന്ദസ്മിത ശ്രീമുനി വാത്സല്യാമൃത വർഷിണി സുമധുര വേദവ്യാസനാണ് മഹാഭാരതം എഴുതിയത്. എന്താണ് ഭഗവത്ഗീത? കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നുപോയ അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ ഇത് അർജുനന് മാത്രം കൊടുക്കുന്ന ഉപദേശമല്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഭഗവാൻ നൽകുന്ന ഉപദേശമാണ് ഇത്. എങ്ങനെ പവിത്രമായി മമ മനം ഹരിഹരസുതനേ രണ്ടാം തിരുപ്പതി ദുരിതം തീരാൻ കയറി വരുങ്ങി നമോത്തന സുതനേ മൂന്നാം തിരുപ്പതി കണ്ണിൽ പേടിയുമോടിയ നീരത്തുരത്തില് നേർപ്പരത്തിൻ നിഴലിടും അമ്പിളി വിഗ്രഹത്തിന്റെ ധർമ്മമാണ് എന്നാണ് അറിയപ്പെടുന്നത്. വീഴും കാലെല്ലാം കൊള്ളും. ചിഹ്നനിനാമള ദിഗ്ന വിനാശക ശത്പദ ശ്യാമള ഗജാന ഗോപാല ഗോവിന്ദ ഗോപാല ഹേ നന്ദലാല ഗോവിന്ദ ഗോപാല ഹേ നന്ദലാല.
അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാട്ടിടാൻ എനിക്കൊരു ടെൻഷനായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ കുറേ ഇതിൻ്റെ പാട്ടൊന്നും ഇടാത്തത്. അപ്പോൾ ഇത് ആമിയാണെങ്കിൽ ഹരിവരാസനത്തിൻ്റെ ഡാൻസ് കണ്ടിട്ട് കൂടെ കളിക്കുകയാണ് കേട്ടോ. സ്റ്റേജിൽ അവർ കളിക്കുന്നു, ആമിയാണ് ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഡാൻസ് ടീച്ചറിൻ്റെ അമ്മാവൻ്റെ മോളാണ് കേട്ടോ. പേര് അനു എന്നാണ് കേട്ടോ. അപ്പോൾ അനുവും 2-3 ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി പെയറായിട്ടും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. കുഞ്ഞിനെ നോക്കി ഞാൻ കണ്ണിറുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ ഞങ്ങളുടെ തനുമോള്. അപ്പം ദേ ലാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ലോകാസമസ്ത പാടി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാൻ പോകുന്നൊരു രംഗമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കുട്ടികളെ ദീപമൊക്കെ തെളിച്ചിട്ട് ലോകാസമസ്തയൊക്കെ ചൊല്ലി നമ്മുടെ പരിപാടി അതിഗംഭീരമായിട്ട് അവസാനിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു സമ്മാനം കൊടുക്കാനുണ്ടായിരുന്നു, ഒരു ട്രോഫി കൊടുക്കാനുണ്ടായിരുന്നു. അതിനെ നമ്മൾ പിള്ളേരെയൊക്കെ സെറ്റ് ചെയ്ത് നിർത്തുകയാണ് കേട്ടോ. പേര് വിളിക്കുന്നതനുസരിച്ച് ട്രോഫി കൊടുക്കാനായിട്ട് ഞങ്ങൾ നേരെയാക്കി നിർത്തിയേക്കുവാണ് കേട്ടോ. കുട്ടികളൊക്കെ മടുത്തായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഒരുങ്ങി നിന്നല്ലേ, അതുകൊണ്ട് ഭയങ്കര എന്താ പറയണേ, അവർക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയി തുടങ്ങിയായിരുന്നു. എല്ലാം കൂടെ കെട്ടിയിട്ടുള്ളൊരു ഡാൻസ് പെർഫോമൻസ് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാരികളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അവരുടെ വീഡിയോ എടുക്കില്ലെന്നൊക്കെ പറഞ്ഞു, എന്നാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, എന്താവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതേ കുട്ടികളൊക്കെ അതേ ഭയങ്കര സന്തോഷത്തോടെ ഓടിച്ചാടിച്ചെന്ന് സമ്മാനമൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയല്ലേ അവരുടെ കുഞ്ഞുനാളിലുള്ള വളരെ മനോഹരമായ ഓർമ്മകൾ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഓടിച്ചെന്നും സമ്മാനമൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ സൗണ്ട് കട്ട് ചെയ്യാം, നിങ്ങൾ ഈ ഫോട്ടോകളൊക്കെ ഒന്ന് കാണൂ കേട്ടോ. Star floating to the sky. The summer was alive, going to the end of time. I can see the daylight. Eyes were perfect. In the really the end. Just so like a stranger, so far away from me. കുട്ടികൾക്ക് സമ്മാനമൊക്കെ കൊടുത്തു. ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നടുക്ക് നിൽക്കുന്നതാണ് കേട്ടോ അവരുടെ പ്രിയപ്പെട്ട ടീച്ചർ, ആൻറ്റി എന്നൊക്കെ വിളിക്കും. സൈഡിൽ നിൽക്കണം നമ്മുടെ ഗായത്രി, ഡാൻസ് ടീച്ചറാണ് കേട്ടോ. അപ്പോൾ അവരെ നിർത്തിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് ലാസ്റ്റ് നമ്മൾ ചിലങ്കയൊക്കെ അഴിച്ചു കൊടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചിലങ്കയൊക്കെ അഴിച്ച് ടീച്ചറിനെ ഏൽപ്പിച്ച് പിന്നെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ. ഒരുപാട് രാത്രി ആയായിരുന്നു, ആളുകളൊക്കെ പോയി തുടങ്ങിയായിരുന്നു. പിന്നെ കുട്ടികൾ ഡാൻസ് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് അവിടെ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ ചെയ്തത്. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു വീഡിയോകളൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ ഞാൻ വരുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ വന്നപ്പോൾ ഡാൻസിൻ്റെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇത് കളയാനായിരുന്നു കേട്ടോ ഏറ്റവും പാട്, നമ്മുടെ മേക്കപ്പ് കളയാനായിട്ട്. എൻ്റെ ദൈവമേ കുറേ എണ്ണ വേണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എണ്ണ എടുത്തിട്ടൊക്കെ കളയണമെന്ന്. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.